2 നാണയത്തുട്ടിന് 5 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? എന്നാൽ അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. സാധാരണ രീതിയിൽ നോക്കിയാൽ 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടേണ്ടത് 4 കുരുവികളാണ്. എന്നാൽ ഇവിടെ ഒരെണ്ണം കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നു. 2 നാണയത്തിന് 5 കുരുവികൾ. ഒരെണ്ണം സൗജന്യം പോലെ. ദൈവകരുണയാൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോകുന്ന ചില ജീവിതങ്ങളുണ്ട്. എത്ര ലോജിക്കലായി ചിന്തിച്ചാലും കണക്ക് കൂട്ടിയാലും മനസ്സിലാക്കാൻ പറ്റാത്ത ചില കണക്കുകൾ തമ്പുരാൻ്റെ പക്കലുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ യോഗ്യത നോക്കിയാൽ നാം ജീവിതത്തിൽ എവിടെ എത്താനാണ്? എല്ലാം ദൈവം സൗജന്യമായി തന്നതല്ലേ ഈ ജീവിതം പോലും. അതുകൊണ്ട് അധികമായി ജീവിതത്തിൽ ലഭിച്ച എല്ലാറ്റിനെയും പ്രതി നമുക്ക് നന്ദി പറയാം. ആമേൻ.